നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ ബീഫ് കൊണ്ടുള്ള ഇറച്ചി ചോറാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഓയിലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ജീരകം, ചുവന്ന മുളക്, പിന്നെ ബേ ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളി പിന്നെ പച്ചമുളക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫൈനലി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇതിന് ശേഷം തക്കാളി ആഡ് ചെയ്യാം. അതും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് കുറച്ച് കുക്കാകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് അടിച്ചു വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മുടെ ഫുഡോൾസ്കി മാജിക് മസാല ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച ബീഫും അതിൻ്റെ ബ്രോത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ അരി വെന്ത് വരുന്നവരെ ഇത് അടച്ചു വെക്കാം. അപ്പം ഇതാ നമ്മുടെ മലബാർ സ്പെഷ്യൽ ബീഫിൻ്റെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.